പ്രസവം വീട്ടിൽ തന്നെ മതിയെന്ന് വാശി പിടിച്ച് പാവം ഒരു സ്ത്രീയെ കൊലക്ക് കൊടുത്തവനാണിവൻ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അസ്മയുടെ ഭർത്താവ്. മതപ്രഭാഷണം, മന്ത്രവാദ ചികിത്സ, അന്ധവിശ്വാസം ഇതൊക്കെയാണ് പ്രധാന ഹോബി. നാട്ടുകാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ നിന്നും നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. ബെൻസ് കാറിലാണ് നടത്തം. ആയിക്കോട്ടെ, പരാതിയൊന്നുമില്ല. ബെൻസിലോ റോൾസ് റോയ്സിലൊക്കെ നടക്കട്ടെ. പക്ഷേ സ്വന്തം ഭാര്യയെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ബുദ്ധി വളർന്നിട്ടില്ല. നാട്ടുകാർക്ക് ബുദ്ധിയും ഇൽമും പറഞ്ഞു കൊടുക്കുന്നവനാണിവൻ. ഇയാൾ ഒരു ഉദാഹരണം മാത്രമാണ്. തപ്പിയാൽ ഇതേപോലെയുള്ള അന്ധവിശ്വാസം പേര് നടക്കുന്ന, അത് കച്ചവടമാക്കുന്ന മുസ്ലിയാക്കന്മാരെയും അത് വിശ്വസിച്ച് സ്വയം നാശത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. പെൺകുട്ടികളോടാണ് ഇതുപോലെ അന്ധവിശ്വാസങ്ങളുമായി നിങ്ങളുടെ ജീവിതം തകർക്കാൻ വരുന്നവരോട് പോടാ പുല്ലേ എന്ന് പറയണം. ഒരു അന്ധവിശ്വാസിയുടെയും മന്ത്രവാദിയുടെയും മുന്നിൽ എരിഞ്ഞടങ്ങാനുള്ളതല്ല നിങ്ങളുടെയൊക്കെ ജീവിതം. പ്രസവം വീട്ടിൽ തന്നെ മതിയെന്ന് വാശി പിടിച്ച് പാവം ഒരു സ്ത്രീയെ കൊലക്ക് കൊടുത്തവനാണിവൻ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അസ്മയുടെ ഭർത്താവ്. മതപ്രഭാഷണം, മന്ത്രവാദ ചികിത്സ, അന്ധവിശ്വാസം ഇതൊക്കെയാണ് പ്രധാന ഹോബി. നാട്ടുകാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ നിന്നും നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. ബെൻസ് കാറിലാണ് നടത്തം. ആയിക്കോട്ടെ, പരാതിയൊന്നുമില്ല. ബെൻസിലോ റോൾസ് റോയ്സിലൊക്കെ നടക്കട്ടെ. പക്ഷേ സ്വന്തം ഭാര്യയെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ബുദ്ധി വളർന്നിട്ടില്ല. നാട്ടുകാർക്ക് ബുദ്ധിയും ഇൽമും പറഞ്ഞു കൊടുക്കുന്നവനാണിവൻ. ഇയാൾ ഒരു ഉദാഹരണം മാത്രമാണ്. തപ്പിയാൽ ഇതേപോലെയുള്ള അന്ധവിശ്വാസം പേര് നടക്കുന്ന, അത് കച്ചവടമാക്കുന്ന മുസ്ലിയാക്കന്മാരെയും അത് വിശ്വസിച്ച് സ്വയം നാശത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. പെൺകുട്ടികളോടാണ് ഇതുപോലെ അന്ധവിശ്വാസങ്ങളുമായി നിങ്ങളുടെ ജീവിതം തകർക്കാൻ വരുന്നവരോട് പോടാ പുല്ലേ എന്ന് പറയണം. ഒരു അന്ധവിശ്വാസിയുടെയും മന്ത്രവാദിയുടെയും മുന്നിൽ എരിഞ്ഞടങ്ങാനുള്ളതല്ല നിങ്ങളുടെയൊക്കെ ജീവിതം.